പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു കാർഡ് ഹോൾഡർ വാലറ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഇതിന് 3 പോക്കറ്റ്സ് ഉണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡ് ഹോൾഡറാണ്. പേഴ്സായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലും ഇത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ കാർഡ് ഹോൾഡർ വാലറ്റിന് വേണ്ടി ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് യാണാണ്. യാൺ നമുക്ക് ഏത് ടൈപ്പ് യാൺ വെച്ചും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഗംഗ ആക്രോവൂൾസിൻ്റെ ആക്രലിക് യാണാണ്. 2 കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ 2 കളറിലാണ് ഈ ഒരു വാലറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സിംഗിൾ കളർ വേണമെങ്കിൽ സിംഗിൾ കളർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 കളേഴ്സും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 2 ടൈപ്പ് യാൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ 2 ഹുക്സ് ആവശ്യം വരുന്നുണ്ട്. അത് ഞാൻ വർക്കിന് ചെയ്യുന്ന സമയത്ത് പറയുന്നതാണ് ഏത് ഹുക്കാണ് യൂസ് ചെയ്യുന്നതെന്ന്. പിന്നെ സിസേഴ്സ്, മാർക്കേഴ്സും മെഷറിംഗ് ടേപ്പും ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിമ്പിളായിട്ടുള്ള കാർഡ് ഹോൾഡർ വാലറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. വാലറ്റിൻ്റെ ബേസ് പോർഷന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഗംഗ ആക്രോവൂൾസിൻ്റെ ഒലീവിയ എന്ന് പറയുന്ന യാണാണ്. ആക്രലിക് യാണാണിത്. അതിന് പാകത്തിനുള്ള 3.5 mm ഹുക്കുമാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയിൻസ് വെച്ചിട്ടാണ്. ഫൗണ്ടേഷൻ ചെയിൻ, സ്ലിപ്പ് നോട്ട്, ഫൗണ്ടേഷൻ ചെയിൻ ചെയ്യാം. ചെയിൻസ് മൾട്ടിപ്പിൾസ് ഓഫ് 3 ആയാണ് ചെയ്യേണ്ടത്. അതായത് 3 ആഡ് ചെയ്ത് പോയാൽ മതിയാവും. അപ്പം നമ്മുടെ ചെയിൻസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റേഴ്സ് ആണ്. 30 സെൻറ്റിമീറ്റേഴ്സ് ആവുന്നവരെ നമുക്ക് ചെയിൻസ് ചെയ്യാം, മൾട്ടിപ്പിൾസ് ഓഫ് 3 വരാൻ പാകത്തിന്. ഇനി നമ്മൾ നെക്സ്റ്റ് റൗണ്ട് ഹാഫ് ഡബിൾ ക്രോഷേഴ്സ് ആണ്. നെക്സ്റ്റ് റൗണ്ട് അല്ല, നമുക്ക് ഒരു വിഡ്ത്ത് എത്തണ വരെ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേഴ്സ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്, അതായത് 30 സെൻറ്റിമീറ്റേഴ്സ് ലെങ്ത് ആയതിനു ശേഷം ഒരു ചെയിൻ 2 ചെയ്യുക. ഇത് നമ്മുടെ റിട്ടേണിങ് ചെയിൻ ആയിരിക്കും. ഇത് നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷേ ആണ് യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 സ്റ്റിച്ച് നമ്മുടെ റിട്ടേണിങ് ചെയിനാണ്. അത് സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്ത് പുൾ ചെയ്തെടുക്കുക. നമ്മുടെ ഹുക്കിൽ ഇപ്പോൾ 3 ലൂപ്പ് ഉണ്ട്. 3 ലൂപ്പിൽ കൂടെ ഒരുമിച്ച് പുറത്തെടുക്കാം. നമ്മുടെ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷേ ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷേ. യാൺ ഓവർ, നെക്സ്റ്റ് ചെയിനിൽ ഇൻസേർട്ട് ചെയ്യുക, പുൾ ചെയ്തെടുക്കുക. 3 ലൂപ്പിൽ കൂടെ ഒരുമിച്ച് പുറത്തേക്ക് എടുക്കാം. ഈ രീതിയിൽ നമുക്ക് എൻഡ് വരെ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷേ വെച്ച്. ഞാനിപ്പോൾ ഇവിടെ എൻഡിലെത്തിയിട്ടുണ്ട്. ഫസ്റ്റും ലാസ്റ്റും സ്റ്റിച്ചസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മുടെ വർക്കിൻ്റെ ഷേപ്പ് മാറിപ്പോവും. ഹാഫ് ഡബിൾ ക്രോഷേ ലാസ്റ്റ്, അതായത് നമ്മൾ ചെയിൻ്റെ സ്റ്റാർട്ടിങ് ചെയിനിൽ ഫസ്റ്റ് ലാസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷേ വരും. ഇനി നെക്സ്റ്റ് റൗണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയിൻ 2, വർക്കിനെ ടേൺ ചെയ്യുക. ലാസ്റ്റ് ഫിനിഷ് ചെയ്ത ഹാഫ് ഡബിൾ ക്രോഷയുടെ മുകളിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ. ഈ രീതിയിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഒരു 15 ഇഞ്ചസ് ആവുന്നവരെ ഈ റോസ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഹാഫ് ഡബിൾ ക്രോഷയുടെ റോസ് റിപ്പീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നോക്കാം എങ്ങനെയാണ് നമ്മുടെ കാർഡ് ഹോൾഡർ വാലറ്റിന് ഫിനിഷ് ഓഫ് ചെയ്യണേന്ന്. ഈ കാർഡ് ഹോൾഡറിന് വേണ്ടി ഞാൻ ബേസ് പോർഷന് വേണ്ടിയുള്ള ഹാഫ് ഡബിൾ ക്രോഷേസിൻ്റെ ഒരു റെക്റ്റാങ്കിൾ പീസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് നമ്മുടെ 30 സെൻറ്റിമീറ്റേഴ്സും വിഡ്ത്ത് വന്നിട്ട് 16 സെൻറ്റിമീറ്റേഴ്സും ആണ്. അപ്പം ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ പീസ് ചെയ്തെടുക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരുന്നുണ്ടെങ്കിൽ ഹാഫ് ഡബിൾ ക്രോഷേസിൻ്റെ ഒരു റെക്റ്റാങ്കിൾ പീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോ ഞാൻ ഇതിൽ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐ ബട്ടണിലും കൊടുക്കുന്നതാണ്. ഇനി ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 3 പോർഷൻസ് ആക്കിയതിന് ശേഷമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലൊരു റെക്റ്റാങ്കിൾ പീസ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ഷേപ്പ് ചെയ്ത് എടുത്ത കാർഡ് ഹോൾഡർ
റെഡി ആയിരിക്കും. അപ്പം നമ്മുടെ റെക്ടാങ്കിൾ പീസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് നമ്മൾ ഒരു 3 മാർക്കേഴ്സ് വെക്കുന്നുണ്ട്. ഈ 2 മാർക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ പീസിന്റെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അതായത് ഇപ്പൊ എനിക്ക് 57 സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു 1/3 എന്ന് പറയുന്നത് 19 ആണ്. അപ്പൊ 19 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്ത് അവിടെ ഒരു മാർക്കർ വെച്ചു. അതുപോലെ തന്നെ ഇപ്പുറത്തുനിന്നും 19 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്ത് മാർക്കർ വെച്ചു. അപ്പൊ സെന്ററിലും 19 സ്റ്റിച്ചസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങളുടെ എത്രയാണോ ലെങ്ത്, നിങ്ങളുടെ എത്രയാണോ ടോട്ടൽ നമ്പർ ഓഫ് ചെയിൻസ്, അതിനെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതിനുവേണ്ടിയാണ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് മൾട്ടിപ്പിൾസ് ഓഫ് 3 യൂസ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് 3 പോർഷൻസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഡിവൈഡ് ചെയ്തതിന് ശേഷം ഈ സെന്റർ പോർഷന്റെ സെന്ററും കണ്ടുപിടിക്കാം. അവിടെയും ഒരു മാർക്കർ വെച്ച, കാരണം ഇതിന് ചുറ്റുമാണ് നമ്മൾ നമ്മുടെ ഫ്ലാപ്പ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഫ്ലാപ്പിന് വേണ്ടി ഞാനിവിടെ ഗംഗ ആക്രോവൂൾസിന്റെ കഡ്ലി യാണാണ് യൂസ് ചെയ്യുന്നത്. ഇത് ആക്രലിക് യാണാണ്. നിങ്ങൾക്ക് ഇപ്പൊ സെയിം കളർ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം കളർ തന്നെ യൂസ് ചെയ്യാം. അതിന് പാകത്തിനുള്ള 2.5 mm ഹുക്കുമാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ സെന്റർ മാർക്ക് ചെയ്തതിന് തൊട്ട് മുന്നത്തെ സ്റ്റിച്ചിലായിരിക്കും അറ്റാച്ച് ചെയ്യുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് അവിടെ നമ്മൾ 5 ചെയിൻസ് ആണ് ചെയ്യുന്നത്. 5 ചെയിൻസ് ചെയ്തതിന് ശേഷം ഈ സെന്ററിന് തൊട്ടപ്പുറത്തുള്ള സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്യാം. നമുക്ക് ഇതുപോലെ ഇനി സ്റ്റിച്ച് മാർക്കറുടെ ആവശ്യമില്ല, അത് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പൊ ഇതുപോലെ ഒരു ലൂപ്പ് കിട്ടും, ഇടയ്ക്ക് ഒരു ചെയിനും. ഇനി ഈ ലൂപ്പിന് ചുറ്റുമായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ വർക്കിനെ ടേൺ ചെയ്യാണ്. ഈ ചെയിൻ സ്പേസിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഹാഫ് ഡബിൾ ക്രോഷേസ് ആണ്. 8 ഹാഫ് ഡബിൾ ക്രോഷേസ്. 8 ഹാഫ് ഡബിൾ ക്രോഷേസ്. തൊട്ടടുത്ത സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് വർക്കിനെ ടേൺ ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഹാഫ് ഡബിൾ ചെയിൻ 1, ഓരോ സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷേ. ചെയിൻ 1 ഹാഫ് ഡബിൾ ക്രോഷേ. ഓരോ ഹാഫ് ഡബിൾ ക്രോഷേസിനും ഇടയിൽ ചെയിൻ 1 ഉണ്ടായിരിക്കുന്നതാണ്. 8 ഹാഫ് ഡബിൾ ക്രോഷേസും ഉണ്ട്. അതിനിടയിൽ നമുക്ക് 9 ചെയിൻ സ്പേസസും ഉണ്ടായിരിക്കുന്നതാണ്. ലാസ്റ്റിലും ഫസ്റ്റിലും നമ്മൾ ചെയിൻ 1 ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അറ്റാച്ച് ചെയ്യുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതും നമ്മൾ ചെയിൻ 1 വെച്ചിട്ടാണ് ചെയ്ത് നമ്മൾ തൊട്ടടുത്ത സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അടുത്ത 2 സ്റ്റിച്ചസിലും നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ്. നമ്മളിവിടെ ഒരു ഡബിൾ ക്രോഷേ ക്ലസ്റ്റർ ആണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 2 സ്റ്റിച്ചസ് ആണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തത്. ടോട്ടൽ 3 സ്ലിപ്പ് സ്റ്റിച്ചസ് ഉണ്ടായിരിക്കും. യാൺ ഓവർ ചെയ്ത് വർക്കിനെ ടേൺ ചെയ്ത് ചെയിൻ സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷയുടെ ക്ലസ്റ്റർ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ ക്രോഷയ്ക്ക് വേണ്ടി യാൺ ഓവർ ചെയ്ത് 1 എടുക്കുക, ഒന്നുകൂടെ യാൺ ഓവർ ചെയ്ത് ആ സെയിം സ്പേസിൽ പുൾ ചെയ്തെടുക്കുക, വീണ്ടും 2 ലൂപ്പിക്കോടെ എടുക്കുക, ഒന്നുകൂടെ യാൺ ഓവർ, ഡബിൾ ക്രോഷേ ക്ലസ്റ്റർ ആണ് ചെയ്യുന്നത്. 3 ഡബിൾ ക്രോഷയുടെ ക്ലസ്റ്റർ. ബാക്കിയുള്ള ലൂപ്സ് കൂടെ എല്ലാം ഒരുമിച്ച് പുറത്തേക്ക് എടുക്കാം. ചെയിൻ 3, നെക്സ്റ്റ് ചെയിൻ 1 സ്പേസിൽ വീണ്ടും ഡബിൾ ക്രോഷേ ക്ലസ്റ്റർ യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്തെടുത്ത് 3 ലൂപ്പ് ഉണ്ട്, 2 ലൂപ്പിൽ കൂടെ എടുക്കുക. ഡബിൾ ക്രോഷേ കംപ്ലീറ്റ് ചെയ്യാണ്ട് നെക്സ്റ്റ് ഡബിൾ ക്രോഷയ്ക്ക് വേണ്ടി നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. വീണ്ടും ഡബിൾ ക്രോഷേ കംപ്ലീറ്റ് ചെയ്യുന്നില്ല, ഒന്നുകൂടെ യാൺ ഓവർ ചെയ്ത് സെയിം സ്പേസിൽ തന്നെ ഇൻസേർട്ട് ചെയ്യുന്നു. ഡബിൾ ക്രോഷേ ക്ലസ്റ്റർ. ചെയിൻ 3, ഓരോ ചെയിൻ സ്പേസിലും നമ്മൾ ഡബിൾ ക്രോഷേ ക്ലസ്റ്റേഴ്സ് ആണ് ചെയ്യുന്നത്. 3 ഡബിൾ ക്രോഷയുടെ ക്ലസ്റ്റർ. ഈ രീതിയിൽ എൻഡ് വരെ ഡബിൾ ക്രോഷേ ക്ലസ്റ്റേഴ്സ് വർക്ക് ചെയ്യാം.
ഇടയ്ക്ക് 3 ചെയിൻസും, ചെയിൻ 3, 3 ഡബിൾ ക്രോഷയുടെ ക്ലസ്റ്റർ. ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റിച്ചിലാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. വർക്കിനെ ടേൺ ചെയ്ത് ഈ ചെയിൻ സ്പേസസിൽ നമ്മൾ 2 ഹാഫ് ഡബിൾ ക്രോഷേ, ചെയിൻ 2, 2 ഹാഫ് ഡബിൾ ക്രോഷേ. ഓരോ ചെയിൻ സ്പേസിലും 2 ഹാഫ് ഡബിൾ ക്രോഷേ, ചെയിൻ 2, 2 ഹാഫ് ഡബിൾ ക്രോഷേ. എൻഡ് വരെ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. തൊട്ടടുത്ത് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. നെക്സ്റ്റ് 2 സ്റ്റിച്ചിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. വർക്കിനെ ടേൺ ചെയ്ത് ഈ ചെയിൻ 2 സ്പേസസിൽ നമ്മൾ ഓരോ വി സ്റ്റിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഡബിൾ ക്രോഷേ, ചെയിൻ 2, ഡബിൾ ക്രോഷേ. ഡബിൾ ക്രോഷേ, ചെയിൻ 2, ഡബിൾ ക്രോഷേ. നമ്മൾ നമ്മുടെ ലാസ്റ്റ് വി സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് തൊട്ടടുത്തതിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വർക്കിനെ ടേൺ ചെയ്യാം. നെക്സ്റ്റ് റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന 3 ഹാഫ് ഡബിൾ ക്രോഷേ, ചെയിൻ 3, 3 ഹാഫ് ഡബിൾ ക്രോഷേ. അതെല്ലാം ഈ ചെയിൻ 2 സ്പേസിൽ. 3 ഹാഫ് ഡബിൾ ക്രോഷേ, ചെയിൻ 3, 3 ഹാഫ് ഡബിൾ ക്രോഷേ. വീണ്ടും ചെയിൻ 3, നെക്സ്റ്റ് ചെയിൻ 2 സ്പേസിൽ 3 ഹാഫ് ഡബിൾ ക്രോഷേ, ചെയിൻ 3, 3 ഹാഫ് ഡബിൾ ക്രോഷേ. ഈ രീതിയിൽ എൻഡ് വരെ റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. തൊട്ടടുത്ത സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ മാർക്കർ വെച്ച സ്പേസിലേക്കും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അഞ്ച് ഹാഫ് ഡബിൾ ക്രോഷേ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഫൈവ് ഹാഫ് ഡബിൾ ക്രോഷേസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തൊട്ട് മുന്നേ ചെയ്ത റോയിൽ ഹാഫ് ഡബിൾ ക്രോഷേസിന്റെ സെറ്റിന്റെ ഇടയിൽ ആയിട്ടുള്ള, അതായത് ഓരോ ഹാഫ് ഡബിൾ ക്രോഷയ്ക്ക് ഇടയിലുള്ള സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത്. വീണ്ടും തൊട്ടടുത്ത ചെയിൻ സ്പേസിൽ ഹാഫ് ഡബിൾ ക്രോഷേ, 5 ഹാഫ് ഡബിൾ ക്രോഷേ. ഇവിടെ 4 സെറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷേസിന്റെ ഗ്യാപ്പിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മളൊരു 5 ചെയിൻസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ബട്ടൺ സ്പേസ് ആണ്, അപ്പോൾ ബട്ടൺ ഹോൾ ആണ്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബട്ടന്റെ സൈസ് അനുസരിച്ച് വേണം ഈ ചെയിൻസ് ചെയ്യാനായിട്ട്. എന്നിട്ട് വീണ്ടും അവിടെ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. ഇത് നമ്മുടെ ബട്ടൺ ഹോൾ ആയിരിക്കും. ഇനി വീണ്ടും
ഇവിടെ ചെയ്ത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. 5 ഹാഫ് ഡബിൾ ക്രോഷേസ്. ലാസ്റ്റ് ചെയിൻ സ്പേസിൽ 5 ഹാഫ് ഡബിൾ ക്രോഷേസ് വർക്ക് ചെയ്തു. ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് നമ്മുടെ മാർക്കറിൻ്റെ സ്പേസ് എത്തിയിട്ടുണ്ട്. അവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് വർക്കിനെ കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ ഫ്ലാപ്പിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ചെയിൻ 1 ചെയ്ത് നമുക്ക് യാണിനെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ലൈറ്റ് വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫ്ലാപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ വരെയുള്ള ആ പോർഷൻ നമ്മുടെ ഒരു പാർട്ടിൻ്റെ സെൻറ്ററിൽ, എക്സാക്ട് സെൻറ്ററിൽ നമ്മൾ ഒന്ന് മാർക്കർ വയ്ക്കുക. കൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എത്ര സ്റ്റിച്ചസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ എക്സാക്ട് സെൻറ്ററിൽ മാർക്കർ വയ്ക്കുക. 2 സൈഡിലേക്കും കൂട്ടിയിട്ട് വേണം വയ്ക്കാനായിട്ട്. കാരണം നമ്മളിവിടെ ജോയിൻ ചെയ്യാനാണ് പോകുന്നത്. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതേപോലെ തന്നെ ഈ താഴത്തെ പോർഷനിലും ഇവിടെ നമ്മൾ എത്ര സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്തോ അത്രയും തന്നെ സ്റ്റിച്ചസ് കഴിഞ്ഞിട്ട് ഇവിടെ ഇതുപോലെ 2 സൈഡിനെയും അറ്റാച്ച് ചെയ്തിട്ട് ഒരു മാർക്കർ വയ്ക്കാം. ഇനി നമ്മൾ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു നീഡിലെടുത്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റ് ആ ലൈനിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ്. ഞാൻ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഈ രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ 2 സൈഡ്സുമാണ് അറ്റാച്ച് ചെയ്യാനുള്ളത്. ഈ സൈഡിലും ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്യാം. അപ്പം ഞാനിവിടെ സെക്കൻഡ് സൈഡും സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാറായിട്ടുണ്ട്. ലൂസ് എൻഡ്സൊക്കെ ഹൈഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബട്ടണും കൂടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ഹോൾഡർ വാലറ്റ് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നമുക്കൊരു പേഴ്സായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. 3 പോക്കറ്റ്സ് ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.